കാക്കക്കുയിൽ. കാക്കക്കോഴിയോ? കാക്കക്കോഴിയല്ല, കാക്കക്കുയില്. കോഴിയില്ല. ശരാ ലാലേട്ടന്റെ ആൾക്കാർ എന്റെ അത് ഈ ബുൽബുൽ അങ്ങനല്ല, കുക്കു. കുയിലല്ല, കാക്കക്കുയിൽ എന്ന് പറഞ്ഞ കാക്കക്കുയില്. കുക്കുന്നല്ല. ഏ എനിക്ക് വിവരം ഉണ്ടെങ്കിലും ഇത് പറഞ്ഞു തരാനുള്ള റൈറ്റ്സ് ഇവർ തന്നിട്ടില്ല. കുക്കു അല്ലേ? കുക്കു. കുക്കു. അപ്പൊ കാക്കക്കുയില് കാക്കക്കുയിൽ എന്ന് പറഞ്ഞ കുക്കുന്നല്ലേ? അതിന്റെ മലയാളല്ലേ? ഞാൻ മറ്റേ ഉപ്പുമാവ് സോൾട്ട് ബാങ്കോട്ടറി ആക്കുന്ന പോലെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ക്രോ കുക്കു എന്നല്ല പറയുന്നത്. സോറി. ആ ഇനി അടുത്ത മൈമയ്ക്ക്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വൈൻയാർഡ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. മുന്തിരിത്തോപ്പ് is vineyard. നമുക്ക് പാർക്കാൻ for us to പാർക്കാൻ to live. Vineyard for us to live. Vineyard for us to live. Vineyard for us to live. Correct. അടുത്ത ഉണ്ണിക്ക്. ചെമ്മീൻ. ചെമ്മീൻ. പ്രോൺസ്. വെരി കറക്റ്റ്. അപ്പൊ ഇത് അപ്പൊ ഇതുപോലുള്ള വിചാരിച്ചത് വേറെ എന്തൊക്കെയോ കോമഡി വരുന്നതാണ്. ഞാൻ എന്തോ പൊട്ടനെ പോലെ എന്തൊക്കെയോ പറയുന്നു വിചാരിച്ചത്. ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് മഹിമ. മസിലുള്ള ചെക്കന്മാരെയാണോ മസിലില്ലാത്ത ചെക്കന്മാരെയാണോ ഇഷ്ടം? ചെക്കന്മാരെയാണ് ഇഷ്ടം. മസിലുള്ള ചെക്കന്മാരെ ഇഷ്ടമാണ്. ആരായാലും മസിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? മസിൽ ഉണ്ടായാലും കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ ഇപ്പം ഐ നോ യു ആർ കറന്റ്ലി നോട്ട് ഇൻ ലൈക്ക് ഭയങ്കര സിനിമ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ റിലേഷൻഷിപ്പ് തോട്ട്സ് ഒന്നും തന്നെ മഹിമയുടെ മനസ്സിലില്ല. എന്നാലും അങ്ങനെ ഒരു തോട്ട് വരുന്ന ഒരു സമയം എങ്ങനെ? മസിലൊന്നും നോക്കില്ല കേട്ടോ, നോക്കത്തില്ല. മസിൽ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. മസിലുള്ള ഞാൻ മാത്രമാണ്, എത്രയോ പേരുണ്ട് അവന് മസിലുണ്ട്. മസിൽ ഒരു ജഡ്ജിങ് ക്രൈറ്റീരിയ അല്ല. ഈ മസിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് നോക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഐ ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ജനറൽ ഒപ്പീനിയൻ. ഐ ഡോണ്ട് ഫീൽ ഒഫൻഡഡ്. നിങ്ങൾക്ക് മസിലുള്ളവന്മാർ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ കുറിച്ചല്ല. കിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കൂട്ടോ, കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി. 10 കിലോ കൂടുതൽ സംസാരിച്ച അടുത്ത ബ്ലോക്കിംഗ് വേണമെങ്കിൽ മാറ്റി പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്താ ഞാൻ ആ ഫോൺ എടുത്ത് ഞാൻ തന്നെ അൺബ്ലോക്ക് ചെയ്യും. അല്ല ഞാൻ പറയുന്നതേ, സാധാരണ ഉണ്ണിയുടെ ടാഗ് ലൈൻ എന്താന്ന് പറഞ്ഞാല് പെണ്ണിനെ വിട്ട് മസിലിനെ പ്രണയിച്ചവൻ. ഇതായിരുന്നു ഉണ്ണി മുകുന്ദന്റെ കുറേ കാലത്ത് ഒരു എപ്പോ ഇങ്ങനൊന്നും ഇല്ല, വെറുതെ അടിച്ചുവിടല്ലേ, ചുമ്മാ പറഞ്ഞുണ്ടാക്കല്ലേ പുള്ളിനെ പറ്റി. അല്ല എന്നാലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ണിയെ കൂടുതലായിട്ട് ഫിറ്റ്നസ് ആണ് ഉണ്ണിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ണിയെ എഫക്ട് ചെയ്യുന്നേ ഇല്ല? ഉണ്ണിയുടെ മനസ്സിൽ എന്താണ്? ഉണ്ണിയുടെ മനസ്സിൽ സ്ത്രീ ഇല്ല വേണ്ട, അതല്ലെങ്കിൽ പിന്നെ അല്ല ഞാൻ പറയുന്നത് ഇന്ന് ഈ ഉണ്ണിയുടെ മനസ്സിൽ സ്ത്രീകളുണ്ട് ഇല്ലെന്ന്. സ്ത്രീകളല്ല മനസ്സിൽ, സിനിമ, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രയോറിറ്റിയിൽ. എന്റെ മനസ്സിൽ സ്ത്രീകളുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും സ്ത്രീകൾ എന്നൊന്നും പറയല്ലേ, സ്ത്രീ എന്ന് പറയൂ. അപ്പൊ പിന്നെ സ്പെസിഫിക് ആയി പോയില്ല. അതാണ് ഏത് സ്ത്രീ, എങ്ങനത്തെ സ്ത്രീ,